രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഭയക്കുന്ന ഒന്നാണ് SIR എന്ന് പറയുന്നത്. നേരാംവണ്ണം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴിതാ ആദ്യത്തെ അടി തന്നിരിക്കുകയാണ് കേരളത്തിൽ. അതായത് 5,66,182 വോട്ടർമാരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ യോഗത്തിലാണ് ഈ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 5,66,182 വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. 6,11,559 വോട്ടർമാർ മരണപ്പെട്ടിരിക്കുന്നു. ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടത് 1,12,569 വോട്ടർമാരാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കുകയുണ്ടായി. SIRൽ ആശങ്ക കുറയുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ CPMന്റെ പ്രതിനിധിയായി പോയ മുൻ MLA M വിജയകുമാർ പറയുകയും ചെയ്തു. അതുപോലെ സുപ്രീം കോടതിയിൽ കേരളം നിയമ പോരാട്ടം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായാണ് വിജയം എന്നുള്ള നിലയിൽ സമയം നീട്ടി നൽകിയത് എന്ന് പറയുമ്പോഴും SIRന്റെ യഥാർത്ഥ നിഷ്പക്ഷത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വരും നാളുകളിൽ വ്യക്തമാകുന്നതാണ്. കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരുത്തുന്നത് ദൗർഭാഗ്യകരമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. സമയം ഇനിയും നീട്ടണമെന്നും CPM പ്രധാനമായും ഈ യോഗത്തിലും ആവശ്യപ്പെട്ടു. 35 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നാണ് തങ്ങളുടെ പരിശോധനയിൽ മനസ്സിലായത് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി അവിടെ ചെന്ന MK റഹ്മാനും വ്യക്തമാക്കിയുണ്ടായി. അങ്ങനെ ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതുപോലെ വലിയ രീതിയിൽ വോട്ടർമാർ നഷ്ടപ്പെടുകയും അത് ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രം ഉപകാരപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ വോട്ടർ പട്ടികയും മാറുമോ എന്നുള്ളൊരാശങ്കയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കുവച്ചത്. അതുപോലെ നീട്ടിയ സമയം പര്യാപ്തമല്ലെന്നും CEO അവതരിപ്പിച്ച കണക്ക് ശരിയല്ലെന്നും ചിലർ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി VLA-മാരുടെ യോഗം വിളിക്കണമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ കേട്ടില്ല എന്നാണ് CPI വ്യക്തമാക്കിയത്. അതുകൊണ്ടാണ് സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് യഥാർത്ഥത്തിൽ കഷ്ടമാണെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ എത്തിയത്. പുതിയ ഷെഡ്യൂളും പര്യാപ്തമല്ലെന്നുമാണ് CPI ആവശ്യപ്പെട്ടത്. എന്യൂമറേഷൻ ഫോം വിതരണം മാത്രമല്ല SIR എന്നും അതിനുശേഷമുള്ള നടപടികൾക്കാണ് കൂടുതൽ സമയം വേണ്ടത് എന്ന് അവിടെ ചെന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും പറയുകയുണ്ടായി. വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ളൊരു ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിലില്ല. പ്രവാസികളെ കേൾക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ നോർക്കയെ ഒഴിവാക്കുമെന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ബില്ല് സമയമെടുത്തു പരിഷ്കരിച്ചില്ല എങ്കിൽ പല അർഹരും ഒഴിവാക്കപ്പെടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ 5,66,182 വോട്ടർമാരെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കണക്ക് തന്നെയാണ്. കേരളം പോലെയുള്ള ഈ ചെറിയ സംസ്ഥാനത്ത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അത് ആരുടെ തലയാണെന്നും വളരെ വ്യക്തമാണ്.